Hi guys. In this section we are going to discuss about the poem What Would You Do by Omprakash Valmiki. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന പോയം എന്ന് പറയുന്നത് വാട്ട് വുഡ് യു ഡു ബൈ ഓംപ്രകാശ് വാത്മീകി. ഒരു ഹിന്ദി ദളിത് റൈറ്റർ ആയിട്ടുള്ള ഓംപ്രകാശ് വാത്മീകിയുടെ വൺ ഓഫ് ദ ഫേമസ് പോയമാണ് വാട്ട് വുഡ് യു ഡു എന്ന് പറയുന്നത്. അപ്പോൾ ഓംപ്രകാശ് വാത്മീകിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓർമ്മ വരുന്ന വർക്ക് എന്ന് പറയുന്നത് ജൂതൻ എന്ന് പറയുന്ന മൂപ്പരുടെ തന്നെ ഓട്ടോബയോഗ്രഫിക്കൽ വർക്കായിട്ടുള്ള ജൂതൻ എന്ന വർക്കാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു മൂപ്പര് എന്ന് പറയുന്നത് നമ്മൾ ഓംപ്രകാശ് വാത്മീകി എന്ന് പറയുന്നത് ഒരു ദളിത് റൈറ്ററായിരുന്നു. ദളിത് സംഘടനകളുടെ പ്രസ്ഥാനങ്ങളുടെയൊക്കെ നേതാവും ദളിത് സംഘടനകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും റൈറ്റ്സിന് വേണ്ടിയൊക്കെ ഒരുപാട് പോരാടിയ ഒരാളുമായിരുന്നു ജൂതൻ അല്ലെങ്കിൽ ഓംപ്രകാശ് വാത്മീകി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ജൂതൻ എന്ന സ്റ്റോറിയിൽ ദളിത്സ് അനുഭവിക്കുന്ന ഓംപ്രകാശ് വാത്മീകി ചെറുപ്പം തൊട്ട് അനുഭവിച്ചിട്ടുള്ള തൻ്റെ പേഴ്സണൽ അനുഭവങ്ങളും തൻ്റെ ജീവിതത്തിലൂടെ ദളിത്സിൻ്റെ ദുരിതങ്ങളെക്കുറിച്ചും എടുത്തു കാണിക്കുകയാണ് ഓംപ്രകാശ് വാത്മീകി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പോയത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ഓൾസോ എ പോയം അബൌട്ട് ദ സപ്രഷൻ ഓഫ് ദളിത്സ് ബൈ ദ അപ്പർ ക്ലാസ് സൊസൈറ്റി. അപ്പർ ക്ലാസ് സൊസൈറ്റിയിൽ നിന്നും അവർക്ക് നേരിടേണ്ടി വന്ന ദളിത്സ് ആയിട്ടുള്ള താഴ്ന്ന വർഗ്ഗക്കാർക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ദുരിതങ്ങളെക്കുറിച്ചും പറയുന്നതാണ് ഈ പോയം എന്ന് പറയുന്നത്. എന്താണ്, എൻ്റെ സ്ഥാനത്ത് ഒരു അപ്പർ ക്ലാസ് വിഭാഗക്കാരനായിരുന്നെങ്കിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക, അവർ കയ്യിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുള്ള നിയമങ്ങൾ, അതായത് ദളിത്സിൻ്റെ മേലെ അടിച്ചമർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പർ ക്ലാസ് പീപ്പിൾസ് ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ എന്ത് ചെയ്യാണ്, അത് നിങ്ങളാണ് അനുഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാവും തോന്നുക എന്ന് ചോദിച്ച് ചാലഞ്ച് ചെയ്തുകൊണ്ട് എന്താണ് എഴുതിയിട്ടുള്ളൊരു പോയാണ് വാട്ട് വുഡ് യു ഡു എന്ന് പറയുന്ന ഈ പോയം. ഈ പോയത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ എ ലോ ക്ലാസ് മാൻ ഈസ് ചാലഞ്ചിങ് അപ്പർ ക്ലാസ് മാൻ. നിങ്ങൾ എൻ്റെ സ്ഥാനത്തായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെയൊന്നും ആവുമായിരുന്നില്ല, നിങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ചാലഞ്ച് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു പോയാണ്. ലോവർ ക്ലാസ് പീപ്പിൾസിൻ്റെ സ്ട്രഗിൾസ്, അവരുടെ അബാൻഡ്മെൻറ്റ് ഓഫ് റൈറ്റ്സ് നമുക്കിതിൽ കാണാനായിട്ട് പറ്റും. ഓക്കെ, വെൻ വി മൂവ് ഇൻ ടു ദ ടൈറ്റിൽ ഓഫ് ദ പോയം, വാട്ട് വുഡ് യു ഡു എന്നാണ് പോയത്തിൻ്റെ ടൈറ്റിൽ തന്നെ വന്നിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യും, എൻ്റെ സ്ഥാനത്ത് ഒരു അപ്പർ ക്ലാസ് ആളായിരുന്നെങ്കിൽ, ഒരു ഉയർന്ന വർഗ്ഗക്കാരനായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു, എൻ്റെ അവസ്ഥയിൽ, ഞാൻ ഈ നേരിടുന്ന പ്രശ്നങ്ങളുടെ അവസ്ഥയിൽ നിന്ന് നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ചിട്ടാണ് പോയം തുടങ്ങുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ദളിത്സിൻ്റെ അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അപ്പർ ക്ലാസ്സിൽ നിന്ന് നേരിടേണ്ടി വന്ന ഒരുമാതിരി വൃത്തികെട്ട നിയമങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് ഡിസ്കസ് ദ പോയം. ഓക്കെ, when we discuss the poem, if you are thrown out of your village, cannot draw water from the well, are abused in the screaming, echoing afternoon, told to break stones, in place of your work are given leavings to eat, what would you do? ചോദിക്കുന്നുണ്ട്. ഇഫ് യു ആർ ത്രോൺ ഔട്ട് ഓഫ് യുവർ വില്ലേജ്, നിങ്ങളൊരു താഴ്ന്ന വർഗ്ഗക്കാരനാണെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങളെ യജമാനല്ല അല്ലെങ്കിൽ അപ്പർ ക്ലാസ് വിഭാഗക്കാരെ നിങ്ങളെ പുറത്താക്കും, ഇവിടെ നിന്ന് നിങ്ങളെ വില്ലേജിൽ നിന്ന്, നിങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് തന്നെ പുറത്താക്കും. എന്തിന്? കാനോട്ട് ഡ്രോ വാട്ടർ ഫ്രം ദ വെൽ, എന്ത് ചെയ്യാൻ പാടില്ല, വെള്ളം തൊടാനോ കുടിക്കാനോ ഉപയോഗിക്കാനോ ഒന്നും പാടില്ല. എന്ത് പറയും, നിങ്ങൾ തൊട്ടിട്ട് അത് അശുദ്ധമാക്കി, എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഞങ്ങളുടെ കിണറുകളിലെ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല, അത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്, അപ്പോൾ നിങ്ങൾ തൊട്ടുകൊണ്ട് അത് അശുദ്ധിയാക്കി, അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇനി നീ ഇവിടെ നിൽക്കാൻ പാടില്ല, ഈ നാട് വിട്ടു പോകണമെന്ന് പറയും. ആർ അബ്യൂസ്ഡ്, എന്ത് ചെയ്യും, അതേപോലെ തന്നെ താഴ്ന്ന വർഗ്ഗക്കാരെ അബ്യൂസ് ചെയ്യുകയാണ്. ഓക്കെ, അബ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദുരുപയോഗിക്കുക അല്ലെങ്കിൽ അവഹേളിക്കുക എന്നൊക്കെ നമ്മൾ പറയും. ഈ വെള്ളം എടുത്തു അല്ലെങ്കിൽ വെള്ളം തൊട്ടു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, ഒരു ലോവർ ക്ലാസ്സിനെ ഉയർന്ന വർഗ്ഗക്കാർ അബ്യൂസ് ചെയ്യുന്നുണ്ട്. In the screaming echoing afternoon, told to break stones, in place of real work are given leavings to eat, what would you do? അപ്പോൾ നട്ടുച്ചയ്ക്ക് നട്ടപ്പൊരി വെയിലത്ത് എന്ത് ചെയ്യാണ്, കല്ല് പൊട്ടിക്കുന്ന ജോലിയാണ് എനിക്ക് തന്നിട്ടുള്ളത്. അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ, അതിനായ പണിഷ്മെൻറ്റ്, അതിന് തക്കതായ പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ ക്രൂവലായിട്ടുള്ള പണിഷ്മെൻറ്റ് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യാണ്, വെയിലും മഴയൊന്നും നോക്കാതെ രാവും പകലും കഷ്ടപ്പെട്ടിട്ടാണ് താഴ്ന്ന വർഗ്ഗക്കാർ ജീവിക്കുന്നത്. ഓക്കെ, നട്ടുച്ചയ്ക്കാണ്, ആ പൊരി വെയിലത്ത് എന്നോട് കല്ല് പൊട്ടിക്കാൻ പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അതൊന്നും പറയാതെ ചെയ്യുന്നുണ്ട്. കാരണം എന്താ, ഞാനൊരു താഴ്ന്ന വർഗ്ഗക്കാരനാണ്. ഓക്കെ,
ആർ ഗിവൺ ലീവിങ്സ് ടു ഈറ്റ്, വാട്ട് വുഡ് യു ഡു? അപ്പോൾ നിങ്ങൾ കഴിച്ചതിൻ്റെ ബാക്കിയാണ് ഇത്രയും പണിയെടുപ്പിച്ചിട്ട്, ഇപ്പോൾ ഒരു വെയിലത്ത് പണിയെടുപ്പിച്ചിട്ട് ഒരു തുള്ളി വെള്ളം എടുക്കാൻ സമ്മതിക്കില്ല. ഓക്കെ, ഒന്ന് റെസ്റ്റ് എടുക്കാൻ സമ്മതിക്കില്ല. ഈ നട്ടപ്പോൾ ഒരു വെയിലത്ത് പണിയെടുക്കുന്നുണ്ട്, എന്നിട്ട് എന്ത് ചെയ്യുന്നില്ല, തരുന്ന ഭക്ഷണം എന്ന് പറയുന്നത് അത് ലീവിങ്സ് ഓഫ് ഫുഡ്. എന്താണ്, നിങ്ങൾ കഴിച്ചതിൻ്റെ ബാക്കി, അല്ലെങ്കിൽ എച്ചിൽ നമ്മൾ പറയാറുണ്ട്, അതാണ് ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് തരുന്നത്. ഞങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു എന്നാണ് നമ്മുടെ ഈ ലോവർ ക്ലാസ് മാൻ ഒരു അപ്പർ ക്ലാസ് സൊസൈറ്റീനോട് ചോദിക്കുന്നത്. ഈ അവസ്ഥയിൽ വെള്ളം കുടിക്കാൻ പാടില്ലേ, എല്ലുമുറിയെ പണിയെടുക്കണം, ഭക്ഷണത്തിൻ്റെ എച്ചിലാണ് കഴിക്കാൻ തരുന്നത്. ഞങ്ങളുടെ ഈ അവസ്ഥയിൽ നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഒരു അപ്പർ ക്ലാസ് സൊസൈറ്റീൻ്റെ അല്ലെ അപ്പർ ക്ലാസ് മാനിനോട് ആര് ചോദിക്കുകയാണ്? നമ്മളുടെ ഓംപ്രകാശ് വാത്മീകി ചോദിക്കുന്നുണ്ട്. ഇഫ് യു ആർ ടോൾഡ് ടു ഡ്രാഗ് അവേ ആനിമൽസ് കാക്കേസസ് മീൻസ് ഡെഡ് ബോഡീസ്, അല്ലെങ്കിൽ ചത്ത ശരീരങ്ങൾ ഉണ്ടാവുമല്ലോ മൃഗങ്ങളുടെ, അതാണ് കാക്കേസസ് എന്ന് പറയുന്നത്. ആൻഡ് ക്യാരി അവേ വിത്ത് ഫിൽത്ത് ഓഫ് എ ഹോൾ ഫാമിലി ഗിവൺ ഹാൻഡ് മീ ഡോൺസ് ടു വിയർ, വാട്ട് വുഡ് യു ഡു? പറയുന്നുണ്ട്, ഇഫ് യു ആർ ടോൾഡ് ടു ഡ്രാഗ് അവേ ആനിമൽ കാക്കേസ്, ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട്, ഈ കല്ല് ചെത്തുന്ന പണി കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഉടനെ തന്നെ എന്ത് ചെയ്യും, അടുത്ത പണിയും തരും. നമ്മളെ പഞ്ചാബി ഹൗസിലെ രമണനെ ഓർത്താൽ മതി, എന്ത് ചെയ്യാണ്, ഒരു പണി കഴിഞ്ഞ് അപ്പം തന്നെ അടുത്തും കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഫിക്ഷൻ എന്ന് പറയാം, ഇത് റിയാലിറ്റിയാണ്. എന്ത് ചെയ്യണം, ആ പണി കഴിഞ്ഞ് ഉടനെ തന്നെ അടുത്ത പണി എടുക്കുന്നുണ്ട്. എന്തെങ്കിലും നാൽക്കാലികൾ ചത്താൽ അതിനെ എടുത്തുകൊണ്ട് പോയി കുഴിച്ചിടേണ്ട ജോലി ആർക്കാണ്? നിങ്ങൾക്കാണ് അല്ലേ? നിങ്ങൾ പോയി അതിനെ കുഴിച്ചിടണം. ആൻഡ് ക്യാരി അവേ ദ ഫിൽത്ത് ഓഫ് എ ഹോൾ ഫാമിലി, ആ ഫാമിലിയുടെ അപ്പർ ക്ലാസ് ഫാമിലിയുടെ സെർവൻ്റ് ആയിട്ടാവും ഈ ലോവർ ക്ലാസ് മാൻ ജീവിക്കുന്നത്. ആ ഫാമിലിയുടെ വേസ്റ്റ് ഫുള്ള് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഫിൽത്ത്, വേർപ്പ് തുടങ്ങിയ വസ്ത്രങ്ങൾ കഴുകേണ്ടത് ഒക്കെ നിങ്ങളാണ്. ക്യാരി അവേ ദ ഫിൽത്ത് ഓഫ് എ ഹോൾ ഫാമിലി ഗിവൺ ഹാൻഡ് മീ ഡൗൺ ടു വിയർ, വാട്ട് വുഡ് യു ഡു? എന്നിട്ട് എന്താണ് നിങ്ങൾക്ക് ധരിക്കാനായിട്ട് തരുന്നത്? ഇത്രയും എല്ലുമുറിയെ പണിയെടുത്തിട്ടും ധരിക്കാൻ തരുന്നത് പഴയ വസ്ത്രങ്ങളാണ്. അവിടെ കീറി മുറിഞ്ഞ് ഉപേക്ഷിച്ച വസ്ത്രങ്ങളാണ് നിങ്ങൾക്ക് ധരിക്കാനായിട്ട് തരുന്നത്. വാട്ട് വുഡ് യു ഡു? ഇത്രയും പണിയെടുത്തു കൊടുക്കുന്ന യജമാനൻ ഇങ്ങനെയാണ് നിങ്ങളെ ട്രീറ്റ് ചെയ്യുക. നിങ്ങളൊരു ഉയർന്ന വർഗ്ഗക്കാരനാണ്, താഴ്ന്ന വർഗ്ഗക്കാരനായ എൻ്റെ ഈ അവസ്ഥയിൽ നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? പോയിട്ട് ചോദിക്കുന്നുണ്ട്. ഇഫ് യു ആർ കെപ്റ്റ് അവേ ഫ്രം ബുക്സ്, ഫാർ ഫ്രം ദ ത്രെഷോൾഡ് ഓഫ് ദ ടെമ്പിൾ ഓഫ് ലേണിംഗ്, and if you are hung up like Jesus on a blackened wall in the light of an oil lamp, what would you do? ചോദിക്കുന്നുണ്ട്. ഇഫ് യു ആർ കെപ്റ്റ് അവേ ഫ്രം ദ ബുക്സ്, ഇഫ് യു ആർ കെപ്റ്റ് അവേ ഫ്രം എഡ്യൂക്കേഷൻ. ബുക്സ് എന്ന് പറയുന്നത് റേഡിയോ ഉപയോഗിക്കുന്നതാണ്. ആ പുസ്തകത്തിൻ്റെ ഏഴകലത്ത് നിങ്ങൾ എന്തില്ല, അവർ പ്രവേശിക്കാൻ അനുവദിക്കില്ല. നിങ്ങൾ എന്ത് ചെയ്യും, അവിടെ നിന്ന് മാറ്റി നിർത്തും. കാരണം നിങ്ങൾക്ക് വിദ്യാഭ്യാസം വേണ്ട, നിങ്ങൾ താഴ്ന്ന വർഗ്ഗക്കാരാണ്, നിങ്ങൾ ഒരിക്കലും വിദ്യാഭ്യാസം നേടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, ഉയർന്ന വർഗ്ഗക്കാർ നിങ്ങളെപ്പോഴും മാറ്റി നിർത്തും. far from the threshold of the temple of learning which means and school, അല്ലെങ്കിൽ ഒരു നമ്മൾ സരസ്വതി വിദ്യാലയം എന്നൊക്കെ പറയാറുണ്ട്. അതേപോലെ തന്നെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെയാണ് ഇവിടെ ടെമ്പിൾ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യാണ്, ബുക്കുകളിൽ നിന്നും വിദ്യാഭ്യാസത്തിൻ്റെ മേഖലകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, നിങ്ങളെ മാറ്റി നിർത്തും. എന്നിട്ട് എന്ത് ചെയ്യും, ഇഫ് യു ആർ ഹങ് അപ്പ് ലൈക്ക് ജീസസ് ക്രൈസ്റ്റിനെ ക്രൂസിഫൈ ചെയ്ത പോലെ എന്ത് ചെയ്യും, നിങ്ങളെ പൊതുനിരത്തിൽ ഹങ് ചെയ്ത് വെക്കും. on a blackened wall in the light of an oil lamp, what would you do? ചെയ്യാത്ത കുറ്റത്തിന് എന്ത് ചെയ്യും, നിങ്ങളെ വെറുതെ അവർ പണിഷ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പോയിട്ട് എന്ത് ചെയ്യാണ്, സൊസൈറ്റീനോട് ചോദിക്കുകയാണ്. നിങ്ങളുടെ റൈറ്റ്സ് ഒക്കെ അബാൻഡൻ ചെയ്തു, നിങ്ങൾ എന്ത് ചെയ്യാണ്, വെറുതെ ക്രൂസിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഓദർ ചോദിക്കുന്നുണ്ട്. ഓക്കെ, if you have to live in a hut of mud and straw which can be inflated by a breath or swept away in the night of rain, if you are told to sleep in a knee-deep water, what would you do? അപ്പോൾ പോയിട്ട് അടുത്തതായി ചോദിക്കുകയാണ്, ഇഫ് യു ഹാവ് ടു ലിവ് ഇൻ എ ഹട്ട് ഓഫ് മഡ് മീൻസ് ഹട്ട് ഓഫ് മഡ് എന്ന് ചോദിക്കുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നിങ്ങളെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയൊരു വീട്ടിൽ താമസിക്കേണ്ട അവസ്ഥ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ആൻഡ് സ്ട്രോ വിച്ച് ക്യാൻ ബി ഫ്ലാറ്റൻഡ് ബൈ എ ബ്രെത്ത്, ഒന്ന് ഊതിക്കഴിഞ്ഞാൽ പറന്നു പോകുന്ന തരത്തിലുള്ള വൈക്കോലുകൾ കൊണ്ടുള്ള മേഞ്ഞിട്ടുള്ള വീടുകളിലാണ് നിങ്ങൾ താമസിക്കുന്നത്. ഓക്കെ, മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വൈക്കോല് കൊണ്ട് മേഞ്ഞ വീടുകളിലാണ് നിങ്ങൾക്ക് താമസിക്കേണ്ടി വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? You will be swept away in a night of rain. If you are told to sleep in a knee deep of water, what would you do? എന്ത് ചെയ്യും? ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഒലിച്ചു പോകുന്ന ഒരു ഹട്ടിൽ, അതായത് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ഓല കൊണ്ട് മേഞ്ഞ വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒരു കാറ്റോ മഴയോ ചെറുതായിട്ടൊന്ന് വന്നാൽ തന്നെ എന്ത് ചെയ്യും? അത് പൊളിഞ്ഞു വീഴും. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ഭീമാരമായ മഴ വന്നു കഴിഞ്ഞാൽ, ഒരു ഫ്ലഡ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങളെ കാൽമുട്ടോളം വെള്ളം കയറും. ഇത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ജീവിക്കേണ്ടി വന്നാൽ നിങ്ങളുടെ അവസ്ഥ എന്താവും പോയിട്ട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, if you have to swim against the current to open the doors of pain and to do battle with the hunger, send your newly wed woman to the landlord's mansion on the first night, what would you do? ചോദിക്കുന്നുണ്ട്. ഇഫ് യു ഹാവ് ടു സ്വിം അഗെയിൻസ്റ്റ് കറൻറ്റ്, എന്ത് ചെയ്യണം? കറൻറ്റ് ടു ഓപ്പൺ ദ ഡോർസ് ഓഫ് പെയിൻ. നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ വേദനകളിലൂടെ തുഴഞ്ഞു നീങ്ങണം. നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഈ കഷ്ടപ്പാടൊക്കെ ജീവിക്കണം. ഓക്കെ, ഇത്ര എല്ലും മുറിയെ പണിയെടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ വേദനകളിലൂടെ വേണം നിങ്ങൾ നീന്തി തുടിക്കാനായിട്ട്. ആൻഡ് ഡു ബാറ്റിൽ വിത്ത് ഹങ്കർ. എന്ത് ചെയ്യണം? ഇത്രയും പണിയെടുത്താലും വേണ്ടിടത്തോളം ഫുഡ് നിങ്ങൾക്ക് കിട്ടില്ല. എന്ത് ചെയ്യും? നിങ്ങൾക്ക് യു ഹാവ് ടു ഡു ബാറ്റിൽ വിത്ത് ഹങ്കർ. വിശപ്പിനോട് നിങ്ങൾ ഒരു തന്നെ വേണം. കാരണം കഴിക്കാനും ഉടുക്കാനും എന്നുള്ള വസ്ത്രവും ഭക്ഷണവും ഒന്നും ഉണ്ടാവില്ല, പാവപ്പെട്ടവനല്ലേ. ഓക്കെ, send your newly wed woman to the landlord's mansion on the first night, what would you do? കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി തന്നെ എന്ത് ചെയ്യും? ലാൻഡ് ലോഡ് വന്നിട്ട് നിൻ്റെ ഭാര്യ എനിക്ക് വേണം, ഇന്ന് രാത്രിയിലേക്ക് എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? നിങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ട് പോകും അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും? ഫിസിക്കൽ പ്ലഷറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതാണ് ഞങ്ങളുടെ അവസ്ഥ. ഓക്കെ, ഈ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ എന്ത് ചെയ്യും? സ്വന്തം ഭാര്യയെ വരെ എടുത്തുകൊണ്ട് പോകുന്ന യജമാനന്മാരുടെ കീഴിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ അവസ്ഥയിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ എന്ന് പോയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, if you are denied in your own land, made slave labor, stripped of your rights, your civilization burned away, the pages of your glorious history. ഓക്കെ, പറയുന്നുണ്ട് യു ആർ ഡെനീഡ് ഇൻ യുവർ ലാൻഡ്. നിങ്ങൾ പണിയെടുത്ത് നിങ്ങൾ നേടിയിട്ടുള്ള സ്വന്തം സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് ജീവിക്കാൻ അവകാശമില്ല. അവിടെ തന്നെ എന്ത് ചെയ്യാണ്? നിങ്ങളെ വിലക്കാണ്. നിങ്ങളുടെ സ്ഥലമാണെങ്കിലും നിങ്ങൾ ബാക്കിയുള്ളവരുടെ റൂൾസ് അനുസരിച്ച്, അപ്പർ ക്ലാസ് സൊസൈറ്റിയുടെ റൂൾസ് അനുസരിച്ച് വേണം ജീവിക്കാൻ. മെയ്ഡ് സ്ലേവ് ലേബർ, നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാണ്? അടിമപ്പണി ചെയ്യിപ്പിക്കാൻ. ആര്? ഉയർന്ന വർഗ്ഗക്കാർ. സ്ട്രിപ്ഡ് ഓഫ് യുവർ റൈറ്റ്സ്, നിങ്ങളുടെ അവകാശങ്ങൾക്കൊന്നും ഒരു വിലയില്ല. അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് എന്ത് ചെയ്യാണ്? നിങ്ങളൊരു അടിമയെപ്പോലെ പണിയെടുപ്പിക്കുകയാണ്. യുവർ സിവിലൈസേഷൻ ബേൺഡ് അവേ, നിങ്ങളുടെ സംസ്കാരത്തെ, നിങ്ങളുടെ കൾച്ചറിനെ, നിങ്ങളുടെ ബിഹേവിയറിനെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഉയർന്ന വർഗ്ഗക്കാർ ബേൺ ചെയ്യുന്നുണ്ട്, കരിച്ച് കളയുന്നുണ്ട്, അല്ലെങ്കിൽ ഇല്ലാതാക്കി കളയുന്നുണ്ട്. ദ പേജസ് ഓഫ് യുവർ ഗ്ലോറിയസ് ഹിസ്റ്ററി, ആരുടെയാവും? ഉയർന്ന വർഗ്ഗക്കാരുടെ ഗ്ലോറിയസ് ഹിസ്റ്ററി. അവരത്ര സിവിലൈസ്ഡ് ആണെന്ന് പറഞ്ഞു നടക്കും. എന്ത് ചെയ്യും? നിങ്ങളുടെ സിവിലൈസേഷനെ കാറ്റിപ്പറത്തിക്കൊണ്ട് കീറി മുറിച്ചുകൊണ്ട് അവർ വാരി നടക്കുന്നുണ്ട്. ടോൺ ടു ഷ്രെഡ്സ് ആൻഡ് ത്രോൺ അവേ, വാട്ട് വുഡ് യു ഡു? എന്ത് ചെയ്യും? നിങ്ങളുടെ സംസ്കാരത്തെയും നിങ്ങളുടെ കൾച്ചറിനെയൊക്കെ എന്ത് ചെയ്യും? കാറ്റിൽ പറത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒഴിവാക്കിക്കൊണ്ട് അവർ എന്ത് ചെയ്യും? സ്വന്തം ഗ്ലോറീനെ, സ്വന്തം സംസ്കാരത്തിൻ്റെ ഗ്ലോറിയെ പ്രകീർത്തിച്ചുകൊണ്ട് അവർ നടക്കും. ആര്? അപ്പർ ക്ലാസ് പീപ്പിൾസ്. Okay, if you cannot vote are beaten bloody, beaten in the name of democracy, and at every step reminded of how insignificant your race is. If your life stings, if your hands are raw, and yet they tell you, dig canals, dig drains, what would you do? എന്താണ്? യു ആർ ബീറ്റൻ ടു ഡെത്ത്. രക്തം വരുന്നത് വരെ നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ചുകൊണ്ടേയിരിക്കും. ബീറ്റൻ ഇൻ ദ നെയിം ഓഫ് ഡെമോക്രസി, ജനാധിപത്യം പറഞ്ഞിട്ട് എന്ത് ചെയ്യും? നിങ്ങളെ അടിച്ചുകൊണ്ടേയിരിക്കും. ആൻഡ് അറ്റ് എവറി സ്റ്റെപ്പ് റിമൈൻഡഡ് ഓഫ് ഹൗ സിഗ്നിഫിക്കൻറ്റ് യുവർ റേസ് ഈസ്, നിങ്ങളുടെ കാസ്റ്റിനെ, നിങ്ങളുടെ റേസിനെ എപ്പോഴും കിട്ടുന്ന അവസരത്തിലൊക്കെ അവർ കളിയാക്കിക്കൊണ്ടേയിരിക്കും. ഇഫ് യുവർ ലൈഫ് സ്റ്റിങ്സ്, ഇഫ് യുവർ ഹാൻഡ്സ് ആർ റോ ആൻഡ് യെറ്റ് ദേ ടെൽ യു ടു ഡിഗ് canals, dig drains, what would you do? ഒന്ന് വെറുതെ ഇരുന്നിട്ട് കുറച്ച് നേരം കൊണ്ട് കയ്യിന് റെസ്റ്റ് കിട്ടിയെന്ന് കണ്ടാൽ, കൈ കുറച്ച് റോയായി എന്ന് കണ്ടാൽ, പരുക്കനായി എന്ന് കണ്ടാൽ എന്ത് ചെയ്യും? എത്ര ചെറുപ്പക്കാരനായാലും എത്ര വലിയവനായാലും നിങ്ങളെ കൊണ്ട് അവർ പണിയെടുപ്പിച്ചുകൊണ്ടേയിരിക്കും. ഡിഗ് കനാൽസ്, ഡിഗ് ഡ്രെയിൻസ്, പണിയെടുക്ക്, കനാലുകൾ ഉണ്ടാക്ക്, ഡ്രെയിൻസ്, വേസ്റ്റ് പോകുന്ന ഡ്രെയിൻസ് ഉണ്ടാക്കുന്നതിന് നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കും. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു മിനിറ്റ് പോലും നിങ്ങളെ റെസ്റ്റ് ചെയ്യാൻ സമ്മതിക്കാതെ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. If you are insulted in public, your property is snatched away in the name of religion, your woman told to become devadasis and made prostitutes, what would you do? ചോദിക്കുന്നുണ്ട്. യു ആർ ഇൻസൾട്ടഡ് ഇൻ പബ്ലിക്, പൊതുനിരത്തിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് നിങ്ങളെ അപകീർത്തിപ്പെടുത്താണ് അല്ലെങ്കിൽ കളിയാക്കുന്നുണ്ട് അപ്പർ ക്ലാസ് പീപ്പിൾസ്. യുവർ പ്രോപ്പർട്ടി ഈസ് സ്നാച്ച്ഡ് അവേ, നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങളുടെ വസ്തുവകകൾ തട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ഇൻ ദ നെയിം ഓഫ് റിലീജിയൻ, പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? മതത്തിൻ്റെ പേര് പറഞ്ഞിട്ട് യുവർ വുമൻ ടോൾഡ് ടു ബിക്കം ദേവദാസീസ്, മതത്തിൻ്റെ പേര് പറഞ്ഞിട്ട് നിങ്ങളുടെ വുമൻസിനെ ദേവദാസീസ് ആക്കാൻ വേണ്ടിയിട്ട് അപ്പർ ക്ലാസ് പീപ്പിൾസ് പറയും. ദേവദാസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലങ്ങളിൽ വാസിക്കുന്ന സ്ത്രീകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ മതത്തിൻ്റെ പേര് പറഞ്ഞിട്ട് നിങ്ങളുടെ ഭാര്യമാരെ വരെ അവർ തട്ടിക്കൊണ്ടുപോകും, എന്നിട്ട് അവരെ ദേവദാസികളാക്കി മാറ്റും. ആൻഡ് ആൾസോ മെയ്ഡ് ദം പ്രസ്റ്റിറ്റ്യൂട്ട്സ്, സ്വന്തം ശരീരം വിൽക്കുന്ന സ്ത്രീകളാക്കി വരെ എന്ത് ചെയ്യും? അവർ നിങ്ങളുടെ ഭാര്യമാരെ
മാറ്റും. നിങ്ങൾക്കൊരു വോയിസും ഇല്ല, നിങ്ങൾക്കൊരു റൈറ്റ്സും ഇല്ല. എന്ത് ചെയ്യും? അവർ നിങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടേ ഇരിക്കും. വാട്ട് വുഡ് യു ഡു? നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വാട്ട് കുഡ് യു ഡു ഓർ വാട്ട് വുഡ് യു ഡു? നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ കയ്യിലാണ് അവകാശങ്ങൾ ഇരിക്കുന്നത്, നിയമവ്യവസ്ഥ ഇരിക്കുന്നത്. നിങ്ങൾക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങളൊരു താഴ്ന്ന വർഗ്ഗക്കാരനാണ്. Your fair complexion would be burned black. Your eyes would be dry, dead. You could not write on paper. സത്യം ശിവം സുന്ദരം. നിങ്ങളുടെ ഇത്രയും ചൂഷണം ചെയ്തിട്ട്, നിങ്ങൾ ഇത്രയും അടിമത്വങ്ങൾ ചെയ്തിട്ട്, അടിമത്ത ജോലികൾ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? യുവർ ഫെയർ കോംപ്ലക്ഷൻ വുഡ് ബി ബേൺഡ് ബ്ലാക്ക്. നിങ്ങളുടെ തൊലിയും ചർമ്മവും ഒക്കെ എന്തായിട്ടുണ്ടാവും? കറുത്ത് മരവിച്ച് പോയിട്ടുണ്ടാവും. യുവർ ഐസ് വുഡ് ബി ഡ്രൈ. കണ്ണുകളും മരവിച്ച് പോയിട്ടുണ്ടാവും. ഡെഡ്. യു കുഡ് നോട്ട് റൈറ്റ് ഓൺ പേപ്പർ. ഇങ്ങനെ മരവിച്ച് പോയി നിങ്ങൾ മരിച്ച അവസ്ഥയിലെത്തിയിട്ടുണ്ടാവും. നിന്റെ കണ്ണുകൾ വരെ മരിച്ചിട്ടുണ്ടാവും. യു കുഡ് നോട്ട് റൈറ്റ് ഓൺ പേപ്പർ, വിച്ച് മീൻസ് സത്യം ശിവ സുന്ദരം. ഈ ലോകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള 3 ഡയലോഗ്സ് ആയിരുന്നു ഇത്. ഇത്രയും പോലും വേർഡ് പോലും നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. കാരണം എന്താ? നിങ്ങൾ with the soul you are dead, and with the body you are going to die, and your soul is also dead, and you don't have education. നിങ്ങൾക്ക് എന്തില്ല? എഴുതാൻ അറിയുന്ന പോലെ എഡ്യൂക്കേഷനും ഇല്ല. സോ നിങ്ങൾക്ക് ഈ വേർഡ്സ് പോലും പേപ്പറിൽ എഴുതാൻ പറ്റില്ല. ഈ ലോകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വേർഡ്സ് ആയിരുന്നു ഇത്. Descendant of the gods, you would be lame, a cripple if you had to leave the surf ages like me. What would you do? നമ്മളൊക്കെ ദൈവത്തിൻ്റെ സെർവൻസ് ആണെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ പിൻഗാമികളാണ്. യു വുഡ് ബി ലെയിം. നമ്മളെന്തായി മാറിയിട്ടുണ്ട്? ഒരു ലെയിമായിട്ടുള്ള അവസ്ഥയിലെത്തിയിട്ടുണ്ട്. വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എ ക്രിപ്പിൾ, മുടന്തിയിട്ടാണ് ഞങ്ങളുടെ ജീവിതം ഫുള്ള് മുടന്തി, ഉയർന്ന വർഗ്ഗക്കാരൻ്റെ മുന്നിൽ മുടന്തിയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇഫ് യു ഹാഡ് ടു ലീവ് ദസ് ഫോർ ഏജസ് ലൈക്ക് മീ, വാട്ട് വുഡ് യു ഡു? ഈ കഷ്ടപ്പാടുകൾ, ഇത്രയും പറഞ്ഞ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ച് ഞങ്ങളെപ്പോലെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ, ഈ ലോകത്ത് ഒരു താഴ്ന്ന വർഗ്ഗക്കാരനായി ഒരു ഉയർന്ന വർഗ്ഗക്കാരൻ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ട് പോയം എൻഡ് ചെയ്യുന്നത്. താങ്ക് യു.